ബൈബിളിൽ യേശുവിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള 4 വിവരണങ്ങളുണ്ട്. അവയെല്ലാം ഒരുമിച്ച് സുവിശേഷം എന്ന് വിളിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് യേശുവിനെ ദൈവത്തിന്റെ വചനം എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഒരു വ്യക്തി വചനമാകുമോ? അതിനർത്ഥം എന്താണ്? അതെ, അതൊരു നല്ല ചോദ്യമാണ്. നമുക്കത് പരിശോധിക്കാം. യോഹന്നാന്റെ വിവരണത്തിന് 21 അധ്യായങ്ങളുണ്ട്. യേശുവിനെ ഒരു പ്രാപഞ്ചിക പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന ശ്രദ്ധാപൂർവം രൂപകൽപ്പന ചെയ്ത ആമുഖത്തോടെയാണ് ഇത് ആരംഭിക്കുന്നത്. അത് ഇങ്ങനെ ആരംഭിക്കുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദിയിൽ. അങ്ങനെയാണ് മുഴുവൻ ബൈബിളിന്റെയും കഥ ആരംഭിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ശരിയാണ്. യേശു ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ നിങ്ങൾ തിരികെ ആരംഭത്തിൽ നിന്നും തുടങ്ങേണ്ടത് ആവശ്യമാണെന്ന് യോഹന്നാൻ അവകാശപ്പെടുന്നു. അപ്പോൾ ആദിയിൽ ദൈവം എന്തു ചെയ്യുകയായിരുന്നു? അവൻ തന്നെ സൃഷ്ടിക്കുന്ന വചനം ഇരുളിലേക്ക് പറയുകയായിരുന്നു. ഈ വാക്കുകൾ പോലെ വെളിച്ചമുണ്ടാകട്ടെ, ഉണങ്ങിയ നിലമുണ്ടാകട്ടെ, സസ്യങ്ങൾ മുളയ്ക്കട്ടെ. ഒരു വാക്ക് സംസാരിക്കുന്നതിലൂടെ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ഒരു രാജാവിനെ കുറിച്ച് സങ്കല്പിക്കുക. അങ്ങനെയാണ് ഉൽപ്പത്തി 1 ദൈവം സംസാരിക്കുന്നത് 10 പ്രാവശ്യം. ഓരോ വാക്കും ഇരുണ്ട അരാജകത്വത്തെ ജീവൻ നിറഞ്ഞ ഒരു ക്രമീകൃത പ്രപഞ്ചമാക്കി മാറ്റുന്നു. സൃഷ്ടി വാക്ക് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു. ഇതൊന്ന് ചിന്തിക്കുക. ഒരു വ്യക്തിയുടെ വാക്ക് അവരുടെ വാക്കാണ്, കാരണം അതവരുടെ ചിന്തകളെ ഉൾക്കൊള്ളുന്നു. എന്നാൽ അത് അവരിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അത് വേർപെട്ട് നിൽക്കുന്നു. ഈ ആശയമാണ് യോഹന്നാൻ അടുത്തതായി പര്യവേക്ഷണം ചെയ്യുന്നത്. വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. യോഹന്നാൻ എപ്രകാരമാണ് ഈ ആരംഭത്തിലെ പ്രസ്താവന രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. പുറത്തെ വരികൾ വചനത്തിന്റെ നിത്യസ്വഭാവത്തെക്കുറിച്ചാണ്. അവൻ ആദിയിൽ നിന്നും ഉള്ളവനാണ്. മധ്യത്തിലുള്ള വരികൾ വചനത്തിന്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള അവകാശവാദമാണ്. വചനം ദൈവത്തോടു കൂടെയും ദൈവവുമായിരുന്നു. അവർ രണ്ടാണ്, എന്നാൽ ഒന്നുമാണ്. ഇപ്പോൾ ആരംഭത്തിലെ ഈ വരികൾക്ക് ശേഷം ചേർന്ന് വരുന്ന വിഭാഗങ്ങളായി ക്രമീകരിച്ചിരിക്കുന്ന 6 ഖണ്ഡികകൾ കൂടിയുണ്ട്. ആദ്യത്തെ 3 ഉൽപ്പത്തിയുടെ ചുരുളിൽ നിന്നെടുത്ത സാങ്കല്പിക ചിത്രത്തിലൂടെ യേശുവിന്റെ കഥ പറയുന്നു. ദൈവം വെളിച്ചത്തെ ഇരുട്ടിലേക്ക് കൊണ്ടുവരുന്നതിലൂടെയാണ് സൃഷ്ടി ആരംഭിച്ചത്. അങ്ങനെ ഇപ്പോൾ യേശുവിന്റെ വരവോടെ ദൈവം ഒരു പുതിയ സൃഷ്ടി കൊണ്ടുവരുന്നു. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അടുത്ത ഖണ്ഡികയിൽ നാം ഒരു പുതിയ കഥാപാത്രത്തെ കാണുന്നു, യോഹന്നാൻ സ്നാപകൻ. അതെ, യേശു വരുമ്പോൾ അവനെ സാക്ഷീകരിച്ചുകൊണ്ട് ദൈവം ചെയ്യാൻ പോകുന്ന ഒരു പുതിയ കാര്യത്തിനായി അവൻ ഇസ്രായേലിനെ ഒരുക്കുകയായിരുന്നു. യോഹന്നാൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു. അതിനുശേഷം ദൈവത്തിന്റെ വെളിച്ചം യേശുവിലൂടെ ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആളുകൾ അഭിമുഖീകരിക്കുന്ന തിരഞ്ഞെടുപ്പിനെ 3ാമത്തെ ഖണ്ഡിക പര്യവേക്ഷണം ചെയ്യുന്നു. ചിലർ ഇരുട്ടിൽ വസിക്കാൻ തീരുമാനിക്കുന്നു, എന്നാൽ മറ്റുള്ളവർ വെളിച്ചത്തിലേക്ക് പ്രവേശിച്ച് പുനർസൃഷ്ടിക്കപ്പെടുകയും പുതിയ തരം മനുഷ്യരായി വീണ്ടും ജനിക്കുകയും ചെയ്യുന്നു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ ഈ 3 ഖണ്ഡികകൾ ഇരുട്ടിലേക്ക് വെളിച്ചം കൊണ്ടുവരുന്ന ദൈവത്തിന്റെ വചനമായി യേശുവിന്റെ കഥയെ സംഗ്രഹിക്കുന്നു. എല്ലാ അലങ്കാരങ്ങളും ഉൽപ്പത്തിയിൽ നിന്നുള്ളവയാണ്. ശരിയാണ്. തുടർന്ന് കാണുക. യോഹന്നാൻ തിരികെ വീണ്ടും അതേ കഥ പറയുന്നു. എന്നാൽ ഈ പ്രാവശ്യം പുറപ്പാട് ചുരുളിൽ നിന്നാണ് അലങ്കാരങ്ങൾ. വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അങ്ങനെ ദൈവത്തിന്റെ നിത്യവചനം യേശു എന്ന മനുഷ്യനായി സൃഷ്ടിയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അവൻ നമ്മുടെ ഇടയിൽ വസിച്ചു. അതെ, വസിച്ചു എന്നതിന്റെ യവനപദം സ്കെയ്നൻ എന്നാണ്. അതിനർത്ഥം ഒരു കൂടാരത്തിൽ വസിക്കുക എന്നാണ്. സീനായി പർവ്വതത്തിൽ മോശ നിർമ്മിച്ച സമാഗമന കൂടാരത്തോട് യോഹന്നാൻ യേശുവിനെ താരതമ്യം ചെയ്യുന്നു. ആ കൂടാരത്തിലാണ് ദൈവത്തിന്റെ മഹത്വമേറിയ സാന്നിധ്യം ജനത്തോടൊപ്പം വസിക്കാനും ഒരുമിച്ച് ചേരാനും ഇറങ്ങി വന്നത്. അപ്പോൾ യേശു ഒരു മനുഷ്യ സമാഗമന കൂടാരമാണോ? അതെ, സമാഗമന കൂടാരം ചൂണ്ടിക്കാണിച്ച യാഥാർത്ഥ്യമാണ് അവൻ. ദൈവവും മനുഷ്യനും ഒന്നുചേരുന്ന സ്ഥലം. അടുത്തതായി യേശുവിന് സാക്ഷ്യം വഹിക്കുന്ന യോഹന്നാൻ സ്നാപകന്റെ മറ്റൊരു പരാമർശം നമുക്ക് ലഭിക്കുന്നു. എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു. അതിനുശേഷം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് താനും തന്റെ സുഹൃത്തുക്കളും യേശുവിനെ കണ്ടുമുട്ടിയതെന്നും അവനെ അനുഗമിക്കാനും വിശ്വസിക്കാനും തീരുമാനിച്ചതെങ്ങനെയെന്നും അങ്ങനെ അവർ അവന്റെ പ്രകാശത്തിൽ രൂപാന്തരപ്പെട്ടുവെന്നും യോഹന്നാൻ പറയുന്നു. അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. യോഹന്നാൻ ഒരു ഇസ്രായേലിനായിരുന്നു. ദൈവത്തിന്റെ വചനവും ജ്ഞാനവും പങ്കുവച്ച തോറയുടെ ഉദാരമായ ദാനം മോശയിലൂടെ ലഭിച്ച ഒരു കുടുംബത്തിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ ഇപ്പോൾ യേശുവിലൂടെ യോഹന്നാനും അവന്റെ കൂടെയുള്ള ഇസ്രായേല്യർക്കും ദൈവത്തിന്റെ സത്യത്തിന്റെയും
സ്നേഹത്തിന്റെയും ആത്യന്തിക ദാനം ലഭിച്ചു. അത് യേശുവാണ്. അങ്ങനെ ഇപ്രാവശ്യം ദൈവത്തിന്റെ വചനം എഴുതിയിട്ടില്ല, അതൊരു വ്യക്തിയാകുന്നു. തീർച്ചയായും ഇപ്പോൾ കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നതിനായി പ്രാരംഭവരികൾ പ്രതിധ്വനിക്കുന്ന വാക്കുകളോടെയാണ് യോഹന്നാൻ ആമുഖം അവസാനിപ്പിക്കുന്നത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു വശത്ത് ദൈവം അതിശ്രേഷ്ഠനാണ്, തികച്ചും വ്യത്യസ്തൻ. അപ്പോൾ അതായിരുന്നു കഥയുടെ അവസാനമെങ്കിൽ ദൈവം നമ്മിൽ നിന്നും അകന്നു നിൽക്കുമായിരുന്നു. എന്നാൽ പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകദൈവത്തെക്കുറിച്ച് യോഹന്നാൻ സംസാരിച്ചു തുടങ്ങുന്നു. അതെ, അതിനർത്ഥം എന്താണ്? അതായത് ആമുഖത്തിന്റെ തുടക്കത്തിൽ യോഹന്നാൻ ദൈവത്തിന്റെ സാദൃശ്യത്തെയും ദൈവത്തിന്റെ വചനത്തെയും ഉപയോഗിച്ചു. ഇപ്പോൾ അവൻ പിതാവിന്റെ വളരെ അടുത്തിരിക്കുന്ന പുത്രന്റെ മറ്റൊരു സാദൃശ്യം ഉപയോഗിക്കുന്നു. ഒരു രാജാവും അവന്റെ വചനവും, ഒരു പിതാവും അവന്റെ പുത്രനും, അവ ഒരേ കാര്യം പറയുന്ന രണ്ട് രീതികളല്ലേ? ശരിയാണ്. തനിക്കറിയാവുന്ന യേശു ദൈവത്തിൽ നിന്നും വ്യത്യസ്തനാണെന്നും എന്നാൽ ദൈവവുമാണെന്ന് വ്യക്തമാക്കാൻ യോഹന്നാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വചനമായും പുത്രനായും വെളിച്ചമായും മഹത്വമായും യേശു അറിയിക്കാനായി വന്നു. അതെ, എന്തറിയിക്കാൻ? അതെ, പറയാം. യവന ഭാഷയിൽ യോഹന്നാൻ പറയുന്നില്ല. അവൻ യഥാർത്ഥത്തിൽ വാചകം തുറന്നിടുന്നു. അവൻ അവസാന വാചകം പൂർത്തീകരിക്കാൻ മറന്നുപോയോ? അല്ല, അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ഇത് കഥ തുടർന്ന് വായിക്കാനുള്ള യോഹന്നാന്റെ ക്ഷണമാണ്. അങ്ങനെ യേശു എന്താണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് സ്വയം കണ്ടെത്താനാകും. അവസാനമായി ഏകദൈവമായ പിതാവിനെയും പുത്രനെയും അറിയാനും അറിയിക്കാനുമായിട്ടുള്ള ക്ഷണമായിട്ടാണ് ബൈബിളിന്റെ മുഴുവൻ കഥയെയും യോഹന്നാൻ കാണുന്നത്.